ഇന്ന് ഞങ്ങളുടെ കപ്പലിൻ്റെ അടുത്ത് കിടന്ന കപ്പലിന് $50,000 ഫൈൻ ഇട്ടത്. അപ്പോൾ ആ ഫൈൻ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും കൂടെ ഒന്ന് തട്ടിവിട്ടേക്ക്. ഈ വിക്ടോറിയ പോർട്ടിൽ വരുമ്പോഴേ ഒരു സമാധാനമില്ല. എപ്പോഴും ഷിഫ്റ്റിംഗ് ആണ്. രാവിലെയും ഷിഫ്റ്റിംഗ്, വൈകുന്നേരവും ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ ആങ്കറിലോട്ട് പോകും. അതാണ് നമ്മൾ ഷിഫ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് പോകണം. അത് ഇത്ര ഈസി ഒന്നുമല്ല. നമ്മുടെ കപ്പലിൽ പൈലറ്റ് വരണം, ടഗ് ബോട്ട് വരണം, മൂറിംഗ് മാൻ വരണം. ഇത്രയും ആൾക്കാർ വന്നാൽ മാത്രമേ നമ്മുടെ കപ്പലിനെ വേറെ ഒരു സ്ഥലത്തോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഞങ്ങൾക്കപ്പോൾ 5 മണിക്കാണ് പൈലറ്റ് പറഞ്ഞിരുന്നത്. പൈലറ്റ് കറക്റ്റ് സമയത്തിന് തന്നെ വന്നു. പക്ഷേ ടഗ് ബോട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 2 മണിക്കൂറായിട്ടും ടഗ് ബോട്ട് വന്നു. ഇപ്പോൾ ടഗ് ബോട്ട് വരാത്തതിനുള്ള കാരണം ഞങ്ങൾ പൈലറ്റിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പൈലറ്റ് പറഞ്ഞത്. അപ്പം പൈലറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേറൊരു കപ്പലിന് ഷിഫ്റ്റിംഗ് നടക്കുന്ന സമയത്താണെങ്കിൽ ആ കപ്പൽ വേറൊരു കപ്പലിനെ ചെറുതായിട്ടൊന്ന് ഇടിക്കാൻ പോയി. പക്ഷേ ഇടിച്ചിട്ടില്ല. ഇടിക്കാൻ പോയതിന് $50,000 പോർട്ട് കൺട്രോൾ ഫൈനായിട്ട് ഇട്ടത്. $50,000 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഏകദേശം 47 ലക്ഷം രൂപയാണ് ആ ഒരു ചെറിയ മിസ്റ്റേക്കിന് പോർട്ട് കൺട്രോൾ ഫൈനായിട്ട് ഇട്ടത്. അപ്പോൾ ഈ പോർട്ട് കൺട്രോൾ ഇങ്ങനെയാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്കിനൊക്കെ നല്ല വലിയ ഫൈൻ തന്നെ ഇടും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കപ്പലിൽ ഇതുപോലെ ഫൈനും വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണെന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേക്ക്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കപ്പലിലെ ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൽ നിന്നാണ് നമ്മൾ കപ്പലിനെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. കപ്പൽ ഓട്ടിക്കേണ്ട എല്ലാ സാധനവും അപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്. ഇതിനെ ബ്രിഡ്ജ് ഡെക്ക്, ബ്രിഡ്ജ് റൂം, നാവിഗേഷണൽ റൂം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഞങ്ങൾ ആങ്കറിൽ പോയിട്ട് വീണ്ടും നാളെ രാവിലെ 5 മണിക്ക് പോർട്ടിലോട്ട് തിരിച്ചു വരണം. അപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ ഞാൻ ചെറിയ ലൈക്കുകളായി പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.